ദിയാ കൃഷ്ണ വീണ്ടും ഏറിപ്പോയിട്ടുണ്ട്. ശിവനെ ഈ പെണ്ണിന് ഏറിന്നിറങ്ങാൻ നേരില്ലല്ലോ റബ്ബേ, ഞാൻ എന്തോ നോക്കുക എന്നുള്ളതാണ് എന്റെ പ്രശ്നം എന്നറിയാമോ. ഒരു വീഡിയോയുടെ ബേസ് ചെയ്തിട്ട് അവിടെ ഭയങ്കര പ്രശ്നം നടക്കുകയാണ്. ദിയാ കൃഷ്ണ എല്ലാവരും എടുത്ത് അങ്ങ് ഒടുക്കുകയാണ്. കമന്റ്സ് എന്ന് പറഞ്ഞാൽ അമ്മ എജാതി കമന്റ്. പുള്ളിക്കാരത്തി കമന്റ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അതിനകത്ത് വന്നൊരു കമന്റ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് പുള്ളിക്കാരത്തി. ഇംഗ്ലീഷിലാണ്, അതുകൊണ്ട് ഞാനിതിവിടെ കാണിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ കണ്ടോളി, എന്തൊക്കെയോ കമന്റിൽ അങ്ങ് എഴുതി തകർത്തിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എൻ്റെ കൂടെ എനിക്ക് സപ്പോർട്ട് പറഞ്ഞവർ മാത്രം എൻ്റെ നെക്സ്റ്റ് ബ്ലോഗ് കണ്ടാൽ മതിയെന്ന്. ആണോ ഡി മോളെ? ഒക്കെ പിന്നെ ബാക്കിയുള്ളവർ കണ്ടാ നീ കാണണ്ടെന്ന് പറയുമോ? അതിൽ നിന്നാണല്ലോ പുളൂസ് കിട്ടുന്നത്, അല്ലാതെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. പുളൂസ് അതിൽ കൂടെയല്ലേ കിട്ടുന്നത്. അപ്പോൾ അത് വേണ്ടാന്ന് വയ്ക്കുമായിരിക്കാം. എന്തെങ്കിലും ആവട്ടെ, അവളെ അങ്ങനെയൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. ഈ വിഷയം ആദ്യമായിട്ട് ഞാനാ പറഞ്ഞേ. ഞാൻ അങ്ങനെ തന്നെ പറയും. എന്തുകൊണ്ടെന്നറിയാമോ? ഈ ഹോസ്പിറ്റലിൽ വെച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിൽ പ്രസവിക്കുന്നതിന് കുറച്ച് മുമ്പുള്ള ഒരു സംഭാഷണത്തിൽ ഈ ചെറുക്കനെ ഇവളിട്ടങ്ങ് ഇൻസൾട്ട് ചെയ്യുന്നു, തള്ളയുടെ മുമ്പിൽ ഇട്ടിട്ട്. അപ്പോൾ തള്ളയും ചേർന്ന് ചെറുക്കനെ ഓരോന്നങ്ങ് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറയും, ഞാൻ എൻ്റെ സ്വന്തം മോനെ പോലെയാണ് കാണുന്നത്. എനിക്ക് കൂട്ടിയാൽ കൂടൂല, അത് അവൻ അമ്മയൊന്നുമില്ലേ? അവൻ അമ്മയൊക്കെ ഉണ്ടല്ലോ, ഇനി ഇവള് മോളെ മോനെന്ന് വെച്ചുകൊണ്ട് കാണേണ്ട കാര്യമൊന്നുമില്ലെന്ന്. മകനേക്കാൾ ഉപരി മകളുടെ ഭർത്താവിനെ കൺസേൺ ചെയ്താൽ ലാഭം മകൾക്കാണ്. മകളെ അവൻ അരുമയായി നോക്കണമെന്നുണ്ടെങ്കിൽ മരുമകനെ അവൾ പൊന്നുപോലെ നോക്കണം. അതായത് മകൾക്ക് ഉള്ള സന്തോഷം ഈ മരുമകനിലൂടെയാണ്. നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ് അവൻ അതിലൂടെ ആ മകൾക്ക് കൊടുക്കുക. നമ്മൾ ഒരുമാതിരി നെഗ്ലക്ട് ചെയ്തൊക്കെ കാണിച്ചാൽ അതേ നെഗ്ലക്ഷൻ അവളോട് അവൻ കാണിക്കും എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഈ റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ മിണക്കിടുന്നത് അതുകൊണ്ടാണ്. പലയിടത്തും മരുമക്കളൊക്കെ വരുമ്പം അങ്ങ് ഭയങ്കര ആഘോഷമാണ്. ഞാൻ ബേസിക്കലി പെണ്ണ് വീട്ടിൽ താമസിക്കുന്നതിന് ആഗ്രഹിക്കുന്നവരാ. അതിന്റെ റീസൺ മറ്റൊന്നുമല്ല, മറ്റൊരു വീട്ടിൽ പോയി നമ്മളെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് സ്വന്തം വീട്ടിൽ നിൽക്കുന്നതാണ്. പക്ഷെ അവിടെ ആണിന് വില കൊടുക്കുന്നില്ല എങ്കിൽ ഒരു നിമിഷം പോലും നിൽക്കരുത്. മരുമക്കൾക്ക് നല്ല റെസ്പെക്റ്റ് കൊടുക്കും. ആണുങ്ങളാണെങ്കിൽ, പെണ്ണുങ്ങൾക്കല്ല കേട്ടോ, പെണ്ണുങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. നമ്മുടെ സമൂഹം അത്രയും ഡെവലപ്പ് ആയിട്ടില്ല. പക്ഷെ ആണുങ്ങൾക്ക് ഏത് വീട്ടിൽ ചെന്നാലും മരുമകനാണോ ഭയങ്കര റെസ്പെക്റ്റ് ആയിരിക്കും. ആ റെസ്പെക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ അവിടുന്ന് അപ്പം തന്നെ ഇറങ്ങിപ്പോയേക്കാം. അതാണ് ഏറ്റവും നല്ല മര്യാദ എന്ന് പറയും. ഇപ്പം ഇതിനകത്ത് ആ ചെറുക്കൻ എന്തോ എലിയും കഷ്ണമോ അങ്ങനെ എന്തോ പ്രശ്നമാണ്. അത് നമുക്കൊന്ന് കണ്ടാലോ? കാണാം. ശരിക്കും എരിവാണല്ലേ മെയിൻ? അല്ല, അശ്വിന് എരിവല്ലേ മെയിൻ എന്ന്. ഒരു ക്യാമറ ഉള്ളതുകൊണ്ടാ ഞാൻ മാറട്ടെ. നമ്മളൊന്ന് ശരിയാ. ഓൾറെഡി ഞാൻ കുത്തി കൊടുക്കുന്നപ്പോഴേ പറഞ്ഞു, ഇതിന്റെ ഹൈറ്റ് കാരണം ഞാൻ കിണറ്റിനകത്ത് നോക്കി കുക്ക് ചെയ്യുന്നത്. അർജുൻ നമ്മുടെ കിച്ചന്റെ ഹൈറ്റ് കൂട്ടി. അതായിരിക്കും കാര്യം. എനിക്ക് കുക്ക് ചെയ്യുന്നത് ഏഴ് അല്ലെങ്കിൽ ഞാൻ പാത്രത്തിൽ കാർട്ടൂൺസ് ഞാൻ കണ്ടു. ഇവിടെ ഉണ്ട്. ഈ ഒരു ഏരിയയിലുണ്ട് തന്നെ. കിട്ടിയ എന്റെ ഹൻസൂന് കാൽ കൊടുക്കണേ. ഇഷാനി ബുക്ക് ചെയ്തു, അശ്വിൻ ബുക്ക് ചെയ്തു. അപ്പൊ എന്റെ കൊച്ചിന് ഹൻസ് കൊച്ചിക്കുന്നത് വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് ചോദിച്ചാൽ അടിക്കാൻ പറഞ്ഞു. ഇറച്ചി എടുക്കുന്നതിനകത്ത് എന്തോ ഒരു പ്രശ്നം. അതായത് വലിയ കഷ്ണം അവൻ ചോദിക്കുന്നു. ആ വലിയ കഷ്ണം എടുത്ത് അവളുടെ പ്ലേറ്റിൽ വെച്ചു. ചെറിയ കഷ്ണം എടുത്ത് അവൻ ഇട്ട് കൊടുത്തു. അവനാണെങ്കിൽ തിന്നാൻ തന്നെ ഒരു ഷെയിമിലിരിക്കുന്നു. തൈരൊക്കെ കൊണ്ടൊഴിക്കുമ്പം അവക്കൊഴിക്കുന്നു, അവന് പിന്നെ ഒഴിച്ചു കൊടുക്കുന്നു. ഇതിൽ പട്ടി കാത്തിരിക്കുന്നതാണ് ഇവൻ കാത്തിരിക്കുന്നത്. സത്യത്തിൽ കമൻസിൽ ആളുകൾ എഴുതിയിരിക്കുന്ന കറക്റ്റ് കേട്ടോ. ഒരുമാതിരി പട്ടിയെ പോലെ വെയിറ്റ് ചെയ്യണം. നീ എപ്പോൾ എനിക്ക് തരും, എന്നാൽ ഞാൻ തിന്നുമെന്ന്. നിനക്ക് കയറി എടുത്തൂടെ? അവൻ അവിടെ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അവ എഴുന്നേറ്റ് അതിൽ നിന്ന് കഷ്ണം എടുത്ത് അവൻ തിന്നും. അതാ ചെയ്യുക. അവ എന്തിനാ അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നേ? അവനവിടെ പെർമിഷൻ ഇല്ല. ഇപ്പോൾ ദിയ അതിനകത്ത് എഴുതിയിരിക്കുന്ന കമന്റ്, എൻ്റെ അമ്മ ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, മോനെ പോലെ ട്രീറ്റ് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു അമ്മ മക്കൾക്ക് ആദ്യം വിളമ്പി കൊടുക്കുന്നതിന് മുമ്പ് വാരി തിന്നുമോ? ഒരമ്മയും ചെയ്യത്തില്ല. അവരൊരു അമ്മയാണെങ്കിൽ മക്കൾ ആദ്യം തിന്നട്ടെ എന്ന് പറയും. അതും മരുമകൻ പ്ലേറ്റുമായിട്ട് അവിടെ ഇരിക്കുമ്പോൾ ആ വേല കാണിക്കത്തില്ല. അപ്പൊ അത് നീ ആ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും അടിക്കണ്ട. നിന്റെ അമ്മച്ചിക്ക് അവൻ പട്ടി വിലയാണെന്നുള്ളൊരു തെളിവാണ് അവിടെ വന്നിരുന്നു കൊണ്ട് അവന് വിളമ്പി കൊടുക്കുന്നതിന് പകരം വാരി അങ്ങോട്ട് കയറ്റുന്നത്.
അത് നീ വന്ന് വിളമ്പി കൊടുക്കണ എന്തിനാ? അവർക്ക് അവരെ കൊണ്ടുപോകൂല? ഒരു മകനെ പോലെയാണ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ അവർക്ക് വിളമ്പി കൊടുത്താൽ പോരെ. അവർ ചെയ്യൂല. അവർക്ക് എൻ്റെ മാപ്പിളയെന്ന് പറഞ്ഞാൽ പട്ടി വരെയാണ്. എടി പെണ്ണെ, നീ തന്നെ ഒരുപാട് അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എൻ്റെ വീട്ടുകാരുടെ ഒരു സപ്പോർട്ടും ഇല്ലയെന്ന്. അത് ഞങ്ങൾ കേട്ടതാണ്. നീ ഇനി മാനിപ്പുലേറ്റ് ചെയ്തെന്ന് വരണ്ട. ഇപ്പം എന്താ നിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ കൊച്ചിനെ നോക്കാൻ ഒരാൾ വേണം. നിനക്ക് ഇതിനെ അങ്ങോട്ട് നോക്കാൻ വയ്യ മെനക്കെടാൻ. അതുകൊണ്ട് അവിടെ കൊണ്ടിട്ട് അവരാകുമ്പോൾ തൂക്കി കൊണ്ട് കിടക്കുക. എല്ലാവർക്കും ഓരോ വ്ളോഗിനുള്ള ചാൻസാണ് നിന്റെ കൊച്ച്. അവരും എടുത്തു വെച്ച് അമ്മായി, വല്യമ്മ, മറ്റേത് ചെറിയമ്മ, ഇടയ്ക്കുള്ളത് അമ്മയാകാൻ താല്പര്യമില്ലാത്ത അമ്മമ്മ, അവളും എടുത്തു വെച്ചിടും. അവരെല്ലാവരും കൂടി എടുത്തു വെച്ച് വ്ളോഗ് ഉണ്ടാക്കും നിന്റെ കുട്ടീനെ. നിനക്ക് ലാഭം. നിനക്ക് ഫ്രീ ആയിട്ട് നടക്കാം, അത്യാവശ്യം ഉണ്ടാക്കി തിന്നുകയും ചെയ്യാം, അല്ലേ? അതാണ്. പക്ഷേ ഭർത്താവ് എൻജോയ് ചെയ്യുന്നുണ്ടാകും കൂടെ ശ്രദ്ധിക്കണം. അപ്പം നീ അവൻ്റെ വീട്ടിൽ പോയി നിന്നാൽ നിനക്ക് എത്രത്തോളം ഒരു കംഫർട്ടബിലിറ്റി ഇല്ലാതാകുന്നു, അതേ കംഫർട്ടബിലിറ്റി ഇല്ലായ്മ ആ ചെറുക്കനിക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എനിക്ക് വേണം. പിന്നെ ഇളകി അടങ്ങണം എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞാൽ നമ്മളെ തന്നേക്കുന്നുള്ളെങ്കിൽ വിളിക്കുക എന്തിന് വെറുതെ. അല്ലെങ്കിൽ തന്നെ ഇവളെന്തൊക്കെയോ പറയണേന്ന് അറിയാമോ? യൂട്യൂബേഴ്സിന് ഒരു തൊഴിലും ഇല്ല, യൂട്യൂബേഴ്സ് ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ് എന്നൊക്കെയാണ് പറയണത്. ഇത് നമ്മളത് കേൾക്കാൻ പോകണം. അതുകൊണ്ടാണ് വേണ്ട, ഈ വിഷയമേ വേണ്ടെന്ന് വെച്ചിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കുറേ കമൻറ്റ് തൊഴിലാളികളുണ്ട്. ഓ ശിവനേ, ഒന്നും പറയണ്ട. രാജകീയമായ കമൻറ്റുകളാണ് കൊണ്ടുവന്ന് ഇടുന്നത്. നമുക്ക് അസൂയാണെന്ന് പറയും. അങ്ങനെ പറഞ്ഞു കളയും. അതാണ് കുഴപ്പം. കണ്ടാ പറയും, നീ പബ്ലിക്കിൽ ഇട്ടാൽ പറയും. ഇവർ ഹോസ്പിറ്റലിൽ വെച്ച് ഈ അമ്മയുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ കളിയാക്കിയത് അവർക്ക് എളുപ്പമാവും. നമ്മൾ നമ്മുടെ പാർട്ട്ണറെ റെസ്പെക്റ്റോട് കൂടി ബിഹേവ് ചെയ്താൽ വേറെ ആരും അവരെ ഉപദ്രവിക്കാൻ കയറത്തില്ല. ഈ പെണ്ണിന്റെ പ്രശ്നം അത് തന്നെയാണ്. ഈ ചില വീടുകളിൽ ചെന്ന് അമ്മായിയമ്മ പോര് കേട്ടിട്ടില്ലേ? മരുമകൾ എന്തിനാണ് അമ്മായിയമ്മയുടെ നെഞ്ചത്ത് കയറുന്നത്? അത് മകൻ കൊടുക്കുന്ന ഇടമാണ്. അവിടെ വരുമ്പോഴേ എൻ്റെ അമ്മ റെസ്പെക്ട്ഫുൾ പേഴ്സൺ ആണ്, അവരോട് ഉടക്കാൻ നിൽക്കരുത്, എനിക്കത് ഇഷ്ടമില്ല, അവരോടൊരു മര്യാദയ്ക്ക് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വഴക്കുണ്ടാവത്തില്ല. അതേസമയം അമ്മയുടെ കുറ്റിരുന്ന് തള്ളി കൊടുക്കും. പെണ്ണ് ഇത് കേട്ടിട്ട് രാവിലെ എഴുന്നേറ്റ് അമ്മയുടെ അതും വെച്ചുകൊണ്ട് പോരിഞ്ഞു പോകും. അടി അവിടെ നടക്കും. എല്ലായിടത്തും അങ്ങനെയാണ്. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ എങ്ങനെ വെച്ചിരിക്കുന്നോ അതുപോലെ നാട്ടുകാരും കൺസേൺ ചെയ്യും. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് എടി ഇവിടെ വാടി മറ്റോളം മറച്ചോളം എന്ന് 10 വിളിച്ചു കഴിഞ്ഞാൽ ഒരു പട്ടിച്ചതിനോളം വില ഉണ്ടാവത്തില്ല. ഭർത്താവിനോടും അങ്ങനെ തന്നെ. നീ മര്യാദയ്ക്ക് പെരുമാറിയിട്ടില്ല വെച്ചാൽ അവരും പെരുമാറത്തില്ല. ഇവക്ക് പട്ടി വിലയാണോ അവനെ, അത് തന്നെയാണ് ആ വീട്ടുകാരും കാണിക്കുന്നത്. ഇവൻ്റെ വീട്ടുകാർ പെണ്ണ് കാണാൻ വന്ന സമയത്ത് ഇവരുടെ ഷോങ്ങൾ കണ്ടതല്ലേ. ആ വീട്ടിൽ ഒരു വാല്യൂ ഒരുത്തർക്കും ആരും കൊടുക്കത്തില്ല. കൃഷ്ണകുമാർ ഏറ്റവും അവസാനം തിന്നാൻ വരുന്നു. അവർ കാണിക്കുന്ന കുലസ്ത്രീത്വത്തേ ഉള്ളൂ. അവർക്ക് അങ്ങനെ ഒരു കുലസ്ത്രീ പരമ്പരയൊന്നുമില്ല. ഇപ്പോൾ പലരും അതിനകത്തുള്ള സബ്സ്ക്രൈബേഴ്സ് മെജോറിറ്റിയും ഒരു കമ്മ്യൂണിറ്റി ഓറിയൻറ്റ് ചെയ്ത് അവർ ഭയങ്കര റിലീജിയസ് ആണ്, അല്ലെങ്കിൽ അവരങ്ങനെ ഭയങ്കരമായിട്ട് പഴമയെ ഇഷ്ടപ്പെടുന്നവരാണ്, പഴമയിൽ ജീവിക്കുന്നവരാണെന്നൊക്കെ തെറ്റിദ്ധരിച്ച് പോയി ചാടുന്നവരാണ്. അവർക്ക് മനസ്സിലാക്കാൻ പറയണത് അവരങ്ങനെയൊന്നും ഉള്ളവരല്ല. അവർ നമ്മുടെ സംസ്കാരത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആ കുട്ടികളുടെ ഇതും ഒക്കെ വ്ളോഗൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ജസ്റ്റ് ദേ ആർ മേക്കിംഗ് മണി ഔട്ട് ഓഫ് ഇറ്റ്, അത്രേ ഉള്ളൂ. ഇപ്പം ഇങ്ങനെ ഒരു വിഷയം അവർ പബ്ലിക്കിൽ കൊടുക്കുന്ന സമയത്ത് അവർക്കറിയത്തില്ല ഇത് സ്ക്രീൻ ചെയ്യണമെന്ന്. അത് മാത്രമല്ല അവൻ ഒട്ടും കംഫർട്ടല്ല, ആ ചെറുക്കൻ ഒട്ടും കംഫർട്ടല്ല. നമ്മൾ ഒരാൾ കംഫർട്ട് അല്ലെങ്കിൽ അവരുടെ വീഡിയോ എടുത്ത് പ്രദർശിപ്പിക്കാൻ നിൽക്കരുത്. ഫുഡ് എടുക്കുന്ന അവൾ തിന്നുന്നെടുത്താൽ പോരെ. അവളുണ്ടാക്കി അവൾ കഴിച്ചു, ബാക്കിയുള്ളവർ കഴിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അതും അവളും അവനും കൂടി ഇരുന്ന് തിന്നുന്നതിന് പകരം അവൻ കഴിക്കുമ്പം ഒഴിച്ചിട്ട് കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ അത് വീഡിയോ എടുത്താൽ മതിയല്ലോ. ഏറ്റവും നല്ല പരിപാടിയല്ല. ഇപ്പം അച്ഛൻ വന്നപ്പം അച്ഛൻ വന്നിരിക്കുന്നതും അച്ഛൻ വെയിറ്റ് ചെയ്തിരിക്കുന്നതും അച്ഛൻ ഒഴിച്ചു കൊടുക്കണമെന്നും അവൾ എടുത്തില്ലല്ലോ. ഈ ഒരു സീൻ വളരെ വൃത്തികെട്ട സീനാണ് എന്നുള്ളത് അവൾക്ക് ബോധ്യപ്പെടുന്നില്ലേ? എന്തുകൊണ്ട് ബോധ്യപ്പെടാതെന്നറിയാമോ? നീ അങ്ങനെയാ ട്രീറ്റ് ചെയ്യണേ, അതുകൊണ്ടാ. അത് കാണുന്നവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അച്ഛനൊക്കെ നല്ല എഡ്യൂക്കേഷൻ ഒക്കെ ഉള്ളതല്ല. ഇത് തന്നെയാണ് മറ്റേ പയ്യൻ കളഞ്ഞിട്ട് പോയത്. അവനിക്കറിയാം ഇതുപോലെ കൂത്ത് കാണിക്കേണ്ടി വരും, കാണേണ്ടി വരും, അത് അവൻ സഹിക്കൂല. അതുകൊണ്ട് അവൻ കളഞ്ഞിട്ട് പോയത്. അതാണ് സത്യം. ഇത്തരത്തിലുള്ള ഈ ഹൈറാർക്കി ഒരു പാർട്ട്ണർ സഹിക്കത്തില്ല എന്നുള്ളതാണ്. നിങ്ങളെ ജീവിതമാണ്, അതൊക്കെ ശരി തന്നെ. ഇനിയിപ്പോൾ പറയും ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ജീവി, നീ ആരടി എന്ന് പറഞ്ഞിട്ട് വരും. എൻ്റെ പൊന്നു വെച്ചാൽ ഇതൊക്കെ എടുത്ത് പബ്ലിക്കിലിട്ടാൽ ഞങ്ങളുടെ അഭിപ്രായം പറയും. ഞങ്ങളുടെ ജോലി അതാ. ഇനിയിപ്പോൾ അതിൻ്റെ പേടി നീ എന്നെ മുട്ട ഇടുന്നെങ്കിൽ മുട്ട ഇടും, ഒന്നും പറയാനില്ല. പക്ഷെ കണ്ടപ്പോൾ പറയണമെന്ന് തോന്നിയാണ്. എന്നെ കമൻസ് എഴുതുന്നു പറയും നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ, നിങ്ങൾക്കൊന്നും വേറെ ജോലിയില്ലേ, ഇതിനെയൊക്കെ നന്നാക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അവൻ സ്വയം പോയൊരു കുഴി ചാടി അവിടെ കയറി ഇരിക്കുകയാണ്. അവനൊരു വീടുണ്ടല്ലോ അവിടെ പോയിരുന്നപ്പോൾ. ഒരു സെർവൻറ്റിനെ വെക്കണം എന്തിന്? നല്ലൊരു വീടെടുത്ത് അവൻ്റെ അമ്മ അങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ? അവൻ്റെ അമ്മ നോക്കി ആ കുഞ്ഞ് നല്ലപോലെ നോക്കത്തില്ലേ? എന്തിന് സ്വന്തം വില കളഞ്ഞ് വല്ലയിടത്തും പോയി കിടക്കണം? എന്തിന്? ഇത്രയും കമൻസ് വന്നിട്ട് അവന് തിരിച്ചറിവൊന്നുമില്ലെങ്കിൽ അവനെപ്പോൾ ഒരു ഞൊണ്ണ വേറെ ഉണ്ട്. ആ ഞൊണ്ണ അവിടെ കിടക്കട്ടെന്ന്, അവൻ കേൾക്കട്ടെന്ന്. നമുക്കെന്ത് കാര്യം? എൻ്റെ ഒരു അഭിപ്രായം അതാണ് പറഞ്ഞത്. ആ ചെറുക്കനിക്കാണ് ബോധ്യം വരേണ്ടത്. സംസാരിക്കുമ്പോഴത്തേക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാതെ സംസാരിക്കുന്നത്. ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ഇരുന്നുകൊണ്ട് പറയുന്നത് ഒന്നുമല്ലാതെ കിടന്ന ഞാൻ എന്തോ ആയെന്ന്. എൻ്റെ ചെറുക്കൻ നീ തീർന്നു, അത്രയേ ഉള്ളൂ. ഒന്നും അല്ലാതെ കിടക്കുന്ന നിന്റെ വീട്ടിൽ നീ ആരാ? നിന്റെ അമ്മയുടെ മനസ്സിൽ നീ ആരാ? നിന്റെ കൂട്ടുകാർക്കിടയിൽ നീ ആരാ? പബ്ലിക്കിൽ കുറച്ച് വന്ന് ദിയയുടെ ഭർത്താവാണെന്ന് പറയുന്ന ഒരു ക്രെഡിറ്റ് ആണ് എന്ന് വിചാരിക്കുന്ന നിന്റെ പേഴ്സണാലിറ്റിയാണ് അവിടെ നശിപ്പിക്കുന്നത്. ഓരോ വ്യക്തികൾക്കും ഓരോ വ്യക്തിത്വമുണ്ട്.
ആ വ്യക്തിത്വം അവരവർ മറക്കുന്നിടത്ത് പിന്നെ ആർക്കും അവരെ സഹായിക്കാനാവില്ല. ഈ പയ്യൻ അങ്ങനെ പറഞ്ഞ പയ്യനാ. പിന്നെ ഇനി അവനെ എന്തിനാ നമ്മൾ സഹായിക്കണം? അവൻ പറഞ്ഞതാണ്, ഐ എം വെരി പ്രൗഡ് ഓഫ് മൈസെൽഫ് ബീയിങ് ഷിദ്യയുടെ ഹസ്ബൻഡ്. അങ്ങനെയാണ്. അവളുടെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ അവൾ ചെയ്ത് സപ്പോർട്ട് അതൊന്നുമല്ല. ഞാൻ ഒന്നിനും ഒരു പട്ടിയുടെ വില പോലും ഇല്ലാതെ കിടന്നെടുത്ത് എനിക്ക് വില വന്നത് ഇവളെ കല്യാണം കഴിച്ചിട്ടാണെന്ന് ചിന്തിക്കുന്നവനാ. എന്ത് പറയാനാ? അവൾക്ക് അങ്ങനെ ഒരു ഡമ്മി പീസിനെയാണ് ആവശ്യം. അവൾ അങ്ങനെയുള്ള ഒരു ഡമ്മി പീസിനെ കല്യാണം കഴിച്ചു, അത്രയേ ഉള്ളൂ ഇതിനകത്ത്. എന്താ നമ്മൾ എന്ത് കമന്റ് പറയാനാണ്? എനിക്ക് കണ്ടപ്പോൾ എനിക്കൊരു ഫീലിംഗും തോന്നിയില്ല. കാരണം ഇതൊക്കെ എന്തേന്ന് ഇനി ആ വീഡിയോയുടെ ബാലൻസിൽ ആ ഇറച്ചി എടുക്കുന്നതും ബാക്കി എനിക്കറിയത്തില്ല. ഇതിലൊക്കെ എന്താ പറയാതിരിക്കുന്നേ? ആ ചെറുക്കൻ ചോദിച്ച പീസ് അത് അവൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്താ കാലിൽ എന്തോ ഇരിക്കുന്നത്, അതങ്ങ് കൊടുത്താൽ പോരെ? ഞങ്ങളൊക്കെ അങ്ങനെയാണ്, ഭർത്താവ് കഴിക്കട്ടെ എന്ന് വയ്ക്കുകയുള്ളൂ. എത്ര പുരോഗമനം പറഞ്ഞാലും കുഞ്ഞുങ്ങൾ കഴിക്കട്ടെ, ഭർത്താവ് കഴിക്കട്ടെ എന്ന് വയ്ക്കും. ഓരോ സ്ത്രീകളും അങ്ങനെയായിരിക്കും. ഇതാ അവിടെ അവർക്ക് കഴിക്കണം എന്നൊരു ചിന്താധാരയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരു പീസ് പുറത്തു പോയാൽ കിട്ടത്തില്ലേ, അവിടെ തന്നെ നിൽക്കണോ? അത് അവനത് മൈൻഡ് ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു. അവിടെ നിന്ന് കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മാത്രമല്ല അവിടുത്തെ സെർവൻറ്റിന് കൊടുക്കുന്ന, സെർവൻ്റ് അല്ല അവരുടെ ബന്ധു എങ്ങാണ്ടാണ്, കൊടുക്കുന്ന വാല്യൂ കണ്ടിട്ടില്ലേ? ഇത് മാത്രമല്ല ഇവരുടെ അല്ലാതെ കുറേ സ്റ്റോറിയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഒക്കെ അങ്ങനെയാണ്. അവർക്ക് എല്ലാവരോടും ഒരു ധാർഷ്ട്യ മനോഭാവമാണ്, എല്ലാവരെയും പുച്ഛം, അവരെന്തോ സംഭവം എന്നൊരു തോന്നലാണ്. അങ്ങനെയുള്ളവരെ കാണാൻ ഒരുപാട് പേരുണ്ട്. അവർ പോയി കാണാൻ അവർ ഈ കമൻസ് ഇടുന്നവരാണ് അവരുടെ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ്. ഇപ്പോൾ ഒരു കമൻറ്റ് നമുക്ക് കിട്ടിയെന്ന് വയ്ക്കാം, ആ കമൻറ്റ് ഇട്ട വ്യക്തി ഏതൊക്കെ വീഡിയോ കാണുന്നോ അവിടേക്കൊക്കെ നമ്മളുടെ വീഡിയോ ഇത് ചെയ്യും. അപ്പോൾ കമൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ കമൻസിന് അവർ പറഞ്ഞൊരു കഥ കണ്ടോ? എന്ത് ഇൻസൾട്ട് ചെയ്താൽ ഡിസ്കസ്റ്റിംഗ് കമൻസ്. ആ ഡിസ്കസ്റ്റിംഗ് കമൻസും ആ വ്യൂവും കൊണ്ടാണ് നീ ഇപ്പോൾ ജീവിക്കുന്നത്. നീ ഉണ്ടാക്കി പടുത്തത് മുഴുക്ക അത്തരം ഡിസ്കസിങ് പേഴ്സണാലിറ്റികൾ വന്ന് എഴുതിയിട്ടത് കൊണ്ടാണ്. കുറച്ചൊക്കെ മര്യാദ വേണം. നീ മാപ്പിളയ്ക്കാൻ മര്യാദ കൊടുക്കുന്നില്ല, സബ്സ്ക്രൈബേഴ്സിന് മര്യാദ കൊടുക്കൂലേ? ഫേക്കാണ്, മൊത്തം ഫേക്കാണ്. അവർ കാണിക്കുന്നതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഈ പലനാൾ കള്ളം ഒരു നാൾ വെളിയിലാവൂ എന്നുള്ളതാണ് ഇപ്പം കണ്ടെത്തിയത്, മനസ്സിലായതാണ്. പിന്നെ കുറേ പുരോഗമനവാദികൾ എടുത്തു വെച്ചിട്ട് അങ്ങനെ ചെയ്താൽ എന്താ കുറ്റം, പെണ്ണിൻ്റെ വീട്ടിൽ ഓണം നിന്നാൽ എന്താ കുറ്റം? പെണ്ണിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നതിൽ ഒരു കുറ്റവും ഇല്ല. മലബാർ ഏരിയയിലൊക്കെ ഭർത്താവ് അങ്ങോട്ടാണ് പോവുക, ഭാര്യയുടെ വീട്ടിൽ പോകും, അവിടെ ഒരു അറയുണ്ടാക്കി കൊടുക്കും. പക്ഷെ അവനെ ഒരു ദിവസം ഒന്ന് താറ്റി നോക്ക്, അന്ന് തീരും. പെണ്ണിനെ പിടിച്ചിറങ്ങിക്കൊണ്ട് അവൻ പോകും. നമ്മൾ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് കൊടുത്താലേ തിരിച്ചു കിട്ടുള്ളൂ. ഈ വീട്ടിൽ ഒരു മനുഷ്യർക്കും ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ്. എൻ്റെ മൂത്ത കൊച്ചിന് കൊടുത്താൽ മതി, എൻ്റെ ഇളയ കൊച്ചിന് നീ ഉണ്ടാക്കണം. ഉണ്ടാക്കിയിട്ട് നീ അതിൽ നിന്ന് കഷ്ണം എടുത്ത് മാറ്റിയങ്ങ് വെക്കണം. അത് അവിടെ കൊണ്ടുവന്ന് പബ്ലിക്കിൽ വെച്ചിട്ട് അവൻ എടുക്കണ്ട ഇവൻ എടുക്കണ്ടെന്ന് ആഹാരത്തിലൊക്കെ നിയന്ത്രണം പറയണത് പോലത്തെ ഒരു ചീപ്പ് പരിപാടി വേറെയില്ല. ആ സിന്ധുവിന് ഒരു കൾച്ചറും ഇല്ല, ഒരു കൾച്ചറും ഇല്ലാത്ത സ്ത്രീയാണ് അവർ വർത്തമാനം കേട്ടാൽ തന്നെ മനസ്സിലാവും എന്തൊക്കെയാ പറയുന്നിരുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ എനിക്ക് വിശന്നിട്ട് ജീവൻ പോണം, നിനക്ക് നീ തിന്നുന്നതിന് ആ ചെറുക്ക അവിടെ ഇരിക്കുകയല്ലേ, അതിന് കൊടുത്തിട്ട് തിന്നൂടെ? എന്ത് ജീവൻ പോണെന്ന് പറഞ്ഞാലും അതെന്തൊരു ആക്രാന്തം തോന്നും. അത് അവൾ തന്നെ കൊണ്ടു കൊടുക്കണോ? തൈര് കൊണ്ടു കൊടുക്കും. ഒരു ബ്രാഹ്മണനാണ് കേട്ടാ, അവൻ ഇറച്ചി ഇരുന്ന് തന്നെ വലിയ കാര്യമാണ്. അങ്ങനെയൊക്കെ ഒരു പുരോഗമനിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല പുരോഗമനമാണ്. ഞാൻ ഇവിടെ ഇത് കിട്ടുകയായിരിക്കാം, അതുകൊണ്ടും ആയിരിക്കാം, എന്തോ എന്തായാലും സ്വന്തം ബാത്റൂം കാര്യങ്ങൾ വരെ പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് എത്ര ഇത് വിട്ടു, എത്ര ഗ്യാസ് പോയി എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ കാണുമല്ലേ, കാണുമ്പോൾ നമ്മൾ പറയും. അതിന് ബോധം പോയിട്ടോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടോ ഒന്നും ഒരു കാര്യമില്ല. പിന്നെ അവിടെ എഴുതിയിട്ടതുപോലെയാണ് നിങ്ങളുടെ നിലവാരമെങ്കിൽ അത് സത്യത്തിൽ മലയാളീകരിച്ചെന്ന് പറയാമോ? ഇവരെഴുതിയിട്ടിരിക്കുന്ന കമൻസ് ഇതാണ്. ഇത്രയും ഡിസ്കസിങ് കമൻറ്റ് എഴുതിയവരൊന്നും എൻ്റെ കൂടെ ഉള്ളവരല്ല, അല്ലാതെ ജെന്യൂൻ കമൻറ്റ് എഴുതിയവർ എൻ്റെ അടുത്ത വ്ളോഗിനെ കാത്തിരിക്കുമെന്നും കണ്ടാണ്. അങ്ങനെയും കണ്ടാണ്. ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമുക്ക് വലുതായിട്ട് മനസ്സിലായില്ല, നമ്മൾ ഇംഗ്ലീഷ് മീഡിയം അല്ലല്ലോ, അതുകൊണ്ടാണ്. ഒന്നും പറയാൻ എന്താ മലയാളം എഴുതാൻ വരൂലേ? പോട്ടെ, എന്തെങ്കിലും ആവട്ടെ. വോയിസ് ടെസ്റ്റ് എഴുതിയ മലയാളത്തിലൊക്കെ വരാം. അങ്ങനെയൊക്കെ എഴുതിയ ആളുകളുടെ കയ്യിൽ പിടിപെടും, അതുകൊണ്ടാണ്. ഒന്നും പറയാനില്ല. കണ്ട് മതി മറന്നിരിക്കുക എന്നതിനപ്പുറം ഒന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക കേട്ടോ. പിന്നെ സ്ഥിരമായിട്ട് ഓസിക്ക് വേണ്ടിയിട്ട് എന്നെ തെറി വിളിക്കാൻ വരുന്ന ഓസി പുണ്യാളത്തിയുടെ കുറേയധികം കമൻറ്റോളികളുണ്ട്. ഇനി വായേ തരാമേ, ഇന്നെല്ലാത്തിനും ഞാൻ മറുപടി എഴുതിയിടും, മനസ്സിലായോ? ഇത് കണ്ടിട്ട് നിനക്കൊന്നും ബോധം വന്നില്ല എന്നുള്ളതാണ് കഷ്ടം. നമ്മൾ അവരുടെ പേഴ്സണൽ കാര്യം പറയുന്നതല്ല, ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് നോക്കുക. അവന് കിട്ടാവുന്നതിൻ്റെ മാക്സിമം മോശപ്പെട്ട ഇതാണ് അവന് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. അസൂഷൻ ഞങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെയാണോ അങ്ങനെയാണ് നമ്മൾ ചെയ്തത് എന്ന ഒരു ഭവ്യത അതുണ്ടാവണം. ഇപ്പം ഈ കമ്പാരിസൺ അല്ല. നിങ്ങൾ പേളി മാണിയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളൊരു ക്രിറ്റിസിസം അവളോട് പറയുകയാണ്, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ അതൊരു ആഗോള പ്രശ്നമായിട്ട് ആഘോഷിച്ചെടുക്കത്തില്ല. അതിന് നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യത്തിനെ പറ്റി അവൾ പറയും, സോറി കേട്ടോ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി എന്ന് പറയും. കാരണം ഇതാണ് അവരുടെ ചോറ്. ഈ ഒരു യൂട്യൂബ് വരുമാനം തന്നെയാണ് അവരുടെ ചോറ്. അപ്പോൾ അതിനൊരു കൺസേൺ കൊടുക്കണം.
അതിന് പകരം വളരെ ധാർഷ്ട്യത്തോടു കൂടി പറയുന്നില്ലേ, ഇത് എത്ര നാൾ നിലനിൽക്കുമെന്ന് കണ്ട് തന്നെ അറിയണം, അത്രയേ ഉള്ളൂ. ചില വീഴ്ചകൾ അനിവാര്യമാണെന്ന് ഞാൻ പറയും. ഇത് കുറേ അങ്ങ് അഹങ്കരിക്കുന്നുണ്ട്. ആ അഹങ്കാര ചെറുക്കൻ്റെ അല്ലിലും കൂടെ കാണിക്കുന്നുണ്ട്. നിനക്കതിന് പട്ടി വിലയായിരിക്കും, ഞങ്ങൾക്ക് അങ്ങനെ വിലയൊന്നും തോന്നാറില്ല. വീട്ടിൽ ഞങ്ങളെയൊക്കെ ആണുങ്ങളെയൊക്കെ എങ്ങനെയൊന്നും അല്ല വെച്ചിരിക്കുന്നതെന്നുള്ള വ്യക്തം. വീട്ടിൽ ആണുങ്ങളുണ്ടെങ്കിൽ, ആൺകുട്ടികളുണ്ടെങ്കിൽ, പെൺകുട്ടികളാണെങ്കിലും ശരി തന്നെ എല്ലാവർക്കും തുല്യമായ പരിഗണന കൊടുക്കും. അത് നിങ്ങൾക്ക് ഇത് ആഹാരം കൊടുക്കുന്നതിന് അമ്മമാർ ഭയങ്കരമായിട്ട് പരിഗണിക്കുന്നവരാണ്. അമ്മമാർ നമ്മൾ അങ്ങനെയാണ് കൺസേൺ. സിന്ധു കൃഷ്ണയ്ക്ക് വാലുണ്ടോ തോലുണ്ടോ എന്നല്ല. നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും മുതിർന്നതായ അല്ലെങ്കിൽ ഏറ്റവും കെയറിങ് ആയിട്ടിരിക്കുന്നത് അമ്മ തന്നെയാണ്. അപ്പോൾ അമ്മ ഇത്തിരി പട്ടിണിയൊക്കെ കിടക്കാറുണ്ട്, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അവർക്ക് ഇറങ്ങില്ല, നമ്മൾ നിർബന്ധിച്ചാലും ഇറങ്ങില്ല, എല്ലാവരും കഴിച്ച ശേഷമേ കഴിക്കുകയുള്ളൂ. അത് വീട്ടിലെല്ലാം ഉണ്ടോ, എല്ലാവർക്കും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും. ഇത് ആദ്യം തന്നെ വന്നിരുന്നുകൊണ്ട് എനിക്ക് വിശന്ന് കയറുന്ന ഇപ്പോൾ പുട്ടുകുറ്റി വാരി കുത്തി കയറ്റുന്നു മനെ തിന്നാണ്ടിരിക്കുന്ന തള്ളയെ പൂവെടുത്താൽ നിന്നെ കൊണ്ടേ പറ്റുള്ളൂ, വേറെ ആരെ കൊണ്ടു വെക്കത്തില്ല. അതേപോലെ മരുമോൻ അവിടെ ഇരിക്കുന്ന ചോറും വെച്ചുകൊണ്ട് കാത്തിരിക്കുന്നു, ആഹാരം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കഷ്ടം തന്നെ. ആ ചെറുക്കൻ എന്തൊരു ബുദ്ധിമുട്ടിലിരിക്കുകയാണെന്ന് ആലോചിച്ച് നോക്കിയാണ്. കണ്ടാലേ അറിയാം. ഇനി അതിനകത്ത് എത്ര മാനിപ്പുലേഷൻ നടത്തിയാലും പട്ടി നമ്മൾ ആഹാരത്തിന് വേണ്ടി ഇരിക്കുന്നില്ല, അതുപോലെ ഇരിക്കുന്ന ചെറുക്കൻ. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. താങ്ക് യു സോ മച്ച്.